മച്ചീസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ, നിങ്ങളുടെ സ്വന്തം ബൈക്കിംഗ് ബുദ്ധ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ജോംസണിലേക്കാണ്. പക്ഷേ ജോംസൺ വരെ നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ എത്തിയത് ലേത്തെ എന്ന് പറയുന്ന ഒരു വില്ലേജാണ്. അപ്പം ഏകദേശം അവിടത്തേക്കുള്ള കിലോമീറ്റർ ലേത്തെ വരെ, ബേനിയിൽ നിന്ന് ലേത്തെ വരെ 40 കിലോമീറ്ററാണ് ദൂരം. അങ്ങനെ ബ്രൈറ്റ് സാറിന് ക്യാമറ കൈമാറി ഞങ്ങൾ നേരെ ജോംസൺ ലക്ഷ്യമാക്കി യാത്ര മുന്നോട്ട് തിരിച്ചു. ഇവിടെ നിന്ന് കറക്റ്റ് ഏകദേശം 110 കിലോമീറ്റർ ഉണ്ട് മുക്തിനാഥ് ടെമ്പിളിലോട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രോഗ്രാം ആസ് പെർ ദ ഷെഡ്യൂൾ പൊക്കാറയിൽ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകുന്നേരം ജോംസം എത്താമെന്നാണ്. പക്ഷെ നിങ്ങൾ കണ്ടില്ലേ വരുന്ന വഴിയെല്ലാം ആകെ ചെളിയൊക്കെ പിടിച്ച് കംപ്ലീറ്റ് സ്ലഷി, കംപ്ലീറ്റ് ഒരു എന്താ പറയുക, വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ റൂട്ട് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് പൊക്ര ടു മുസ്താങ് വാലി, ജോംസം ആൻഡ് ബാക്ക്, അല്ലെന്നുണ്ടെങ്കിൽ മുക്തിനാഥ് ആൻഡ് ബാക്ക് ടു പൊക്ര, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ 3 ദിവസം വേണം പ്ലാൻ ചെയ്യാൻ. 2 ദിവസം കൊണ്ട് പോയി വരുന്ന പ്ലാനിങ് അട്ടർ ഫെയിലിയർ ആയിരിക്കും. ജൂലൈ 5-ാം തീയതിയാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ വീട്ടിൽ നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ കൂടാതെ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ശ്രീകുമാറിൻ്റെ വൈഫ് ആയാലും ഞങ്ങൾ 3 പേരാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ 2019 എഡിഷൻ ഡെമലാറിലായിരുന്നു. ജസ്റ്റ് ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 500-ലായിരുന്നു. ഞങ്ങൾക്ക് 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് നേപ്പാളിലെ മസ്റ്റാങ് വാലി, 2 ഹിമാചൽ പ്രദേശിലെ സ്പിറ്റി വാലി. ഇനി ഈ ബേനി അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലേത്തെ, ഇതെല്ലാം ചെറിയ ചെറിയ വില്ലേജസ് ആണ്. ഇവിടെ ധാരാളം സീനിക്കായിട്ടുള്ള വില്ലേജസ് ആണെന്ന് വേണം നമുക്ക് പറയാം. പർവ്വതനിരകളുടെ ഇടയിൽ ചെറിയൊരു പ്രദേശം, അത്രേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇവിടെ മേജർ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല. റോഡ്സൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന പോലെ ഭയങ്കര സ്ലഷിയായിട്ടും പിന്നെ ഭയങ്കര ഓഫ് റോഡിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ ബേനി എന്ന് പറയുന്നത് ഒരു മുനിസിപ്പാലിറ്റിയാണ്. ധോൽഗിരി സോണിൽ പെടുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് ബേനി. ബേനി എന്ന വാക്കിൻ്റെ അർത്ഥം നേപ്പാളി ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 നദികൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്ത്, സംഗമ സ്ഥലത്തിനെയാണ് ബേനി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ റിവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലിഗന്ധാക്കി റിവർ ആൻഡ് മെഗാദി റിവർ എന്നാണ് ആ 2 നദികളുടെ പേര്. ഇനി ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സീ ലെവലിൽ നിന്ന് ഏകദേശം ഈ ബേനി എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 899 മീറ്റേഴ്സാണ്. വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ബൈക്കുമായിട്ട് മറിയുന്ന ഒരു സീൻ. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സ്ലഷി ഏരിയ, ഇത് നമ്മൾ കാണുന്നതിനെക്കാട്ടി നല്ല ഡീപ്പായിട്ടുള്ള സ്ലഷി ഏരിയ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നോട് ഇറങ്ങി നടക്കാൻ പറഞ്ഞിട്ട് ഞാൻ പതുക്കെ കാലൊക്കെ കുത്തി പതുക്കെ വണ്ടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പം അങ്ങനെ ഇറങ്ങി നടന്ന് പിടിച്ച ഒരു ഫൂട്ടേജാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ കൂടെ ഒഴുകുന്നതാണ് കാലിഗന്ധാക്കി റിവർ. അപ്പം ഈ പറയുന്ന ബേനി, ലേത്തെ, ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ടിബറ്റ് നേപ്പാൾ ട്രേഡിംഗ് റൂട്ടിൻ്റെ ഭാഗമായിരുന്നു. നമ്മുടെ സിൽക്ക് റൂട്ട് പോലെ തന്നെ ടിബറ്റ് നേപ്പാൾ ട്രേഡിംഗ് റൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ ബേനി, ലേത്തെ, ഈ പറയുന്ന ജോംസൺ പെടുന്നത് പഴയ ടിബറ്റ് നേപ്പാൾ ട്രേഡിംഗ് റൂട്ടിലായിരുന്നു. ഇനി ബേനി എന്നാണ് നമ്മൾ ശരിക്കും മുസ്താങ് വാലിയിലേക്കുള്ള എൻട്രൻസ് നമുക്ക് കിട്ടുന്നത്. അതായത് അതിനെ അറിയപ്പെടുന്നത് തന്നെ ഗേറ്റ് വേ ടു മുസ്താങ് വാലി എന്നുള്ളതാണ്. ഇനി ലേത്തെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരു സീനിക് വില്ലേജാണ്. ഈ ബേനിയെക്കാട്ടി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാരണം അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ധോൽഗിരി റേഞ്ചസ്, അന്നപൂർണ റേഞ്ചസ്, നീൽഗിരി മൗണ്ടൻ റേഞ്ചസ്. ചുറ്റി ഈ 3 മലകളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു ചെറിയൊരു ബ്യൂട്ടിഫുൾ വില്ലേജ് ആണ് ലേത്തെ. മുന്നത്തെ വീഡിയോസ് ഒരുപക്ഷെ കാണാത്തവർക്ക് ജസ്റ്റ് ഒരു അപ്ഡേഷൻ തരുന്ന രീതിയിൽ ഞാനിപ്പോൾ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഈ ട്രിപ്പിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ പൊക്രയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പെർമിറ്റ് വെച്ചിട്ട് നമുക്ക് പൊക്ര വരെ ആക്സസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ പൊക്രയിൽ നിന്ന് നമുക്ക് മുസ്താങ് വാലിയിലേക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പെർമിറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസം പോലീസ് ഓഫീസിൽ ചെന്നിട്ട്
പൊക്രയിലുള്ള ടൂറിസം പോലീസ് ഓഫീസിൽ ചെന്നിട്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്ലസ് നാട്ടിൽ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിൻ്റെ നമ്പർ വെച്ചിട്ട് ഫോം ഫില്ലപ്പ് ചെയ്തിട്ട് വണ്ടിക്ക് നമുക്കും അഡീഷണൽ പെർമിറ്റ് എടുത്തിട്ടാണ് നമുക്ക് ഈ മുസ്താങ് വാലി അല്ലെന്നുണ്ടെങ്കിൽ ജോംസം മുക്തിനാഥിലേക്കുള്ള എൻട്രി പെർമിറ്റ്സ് കിട്ടുന്നത്. ഇനി നാട്ടിലെ ഇൻഷുറൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ആ ടൂറിസം പോലീസ് ഓഫീസിൻ്റെ ഒരു കൗണ്ടറിലായിട്ട് തന്നെ ചെറിയൊരു ഇൻഷുറൻസ് ഡെസ്ക് ഉണ്ട്. അവിടെ ചെന്ന് നമ്മൾ അവരുമായിട്ട് സംസാരിച്ച് വേണ്ട ഇൻഷുറൻസ് നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേപ്പാളിൽ നിന്ന് തന്നെ ഈ പെർട്ടിക്കുലർ ട്രിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. ആ ഇൻഷുറൻസ് നമ്പർ ഇല്ലാതെ നമുക്ക് ഇവിടത്തേക്കുള്ള പെർമിറ്റ്സ് കിട്ടില്ല. ഇത് നമ്മുടെ പേഴ്സണൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇത് കിട്ടിയാൽ മാത്രമേ നമുക്ക് മുസ്താങ്ങിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ജോംസം മുക്തിനാഥ് ടൂർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം മെയിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 ദിവസമെങ്കിലും മിനിമം പ്ലാനിങ് വേണം. നമ്മൾ 4 ദിവസത്തേക്കാണ് അപ്ലൈ ചെയ്തത്. 3 ദിവസം കൊണ്ട് നമ്മൾ പോയിട്ട് തിരിച്ചു വന്നു. പക്ഷേ ശരിക്കും ഞങ്ങളുടെ പ്ലാനിങ് ആസ് പെർ ബുക്സ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് 2 ദിവസം കൊണ്ട്, ഒരു ദിവസം അങ്ങോട്ട് പോയിട്ട് നെക്സ്റ്റ് ഡേ മുക്തിനാഥും കണ്ടിട്ട് തിരിച്ചു വരാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ശരിക്കും അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊക്രയിൽ തന്നെ നമ്മുടെ ലഗേജസ് എല്ലാം കീപ്പ് ചെയ്ത് സാഡിൽ ബാഗ്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് ഹെൽമെറ്റ്സ്, റൈഡിങ് ഗിയേഴ്സ് ഒരു 2 ദിവസത്തേക്ക് വേണ്ട തുണികൾ മാത്രം എടുത്തിട്ടാണ് നമ്മൾ പോയത്. കാരണം ഇത് ഭയങ്കര ഓഫ് റോഡ്, ഏറ്റവും നമ്മുടെ ട്രിപ്പിലുള്ള എൻറ്റയർ 32 ഡേയ്സിലെ ട്രിപ്പിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടെറൈനാണ് ഈ പറയുന്ന ജോംസം മുക്തിനാഥ് ട്രക്ക്. രണ്ടാമത്തേത് സ്പിത്തി. അത് നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ നമ്മൾ ഉത്തരാഖണ്ഡിൽ ചെന്ന് കയറി കഴിയുമ്പോൾ നമ്മൾ പിന്നെ അവിടുന്ന് സ്പിത്തി പോകുന്ന റൂട്ട്. അപ്പം ഇതാണ് ഏറ്റവും ടഫസ്റ്റ് റൂട്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബൈക്കിലേക്ക് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എൻ്റെയും ബ്രൈറ്റിൻ്റെ ബൈക്കിൽ സ്റ്റോക്ക് ടയർ മാറ്റിയിട്ട് ടിംസണിൻ്റെ ടയറാണ് നാട്ടിൽ നിന്ന് തന്നെ ഇട്ടത്. ഞാൻ എൻ്റെ അത്യാവശ്യം ടയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേപ്പാളിലെത്തിയതിന് ശേഷം പൊക്രയിലെത്തിയതിന് ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് ഒരു തായ്ലൻഡ് കമ്പനിയുടെ ഒരു ടയർ ഞാൻ എൻ്റെ ബാക്ക് ടയറായിട്ട് റിയർ ടയറായിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ ടയറും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഓവറോൾ ഞാൻ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യിച്ചു. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേണ്ട ഇത്രയും കാര്യങ്ങളാണ്. അധികം ലഗേജ് ഒഴിവാക്കുക ഈ ഒരു ട്രിക്കിൽ. ഈ ഒരു ബൈക്ക് റൈഡിൽ അധികം ലഗേജസ് ഒഴിവാക്കുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ട് നമ്മുടെ പെർമിറ്റ്സ് എടുക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഒന്ന് മൊത്തത്തിൽ ചെക്ക് ചെയ്യിക്കുക. സ്പെഷ്യലി സ്റ്റോക്ക് ടയേഴ്സ് വെച്ചിട്ട് ഈ റോഡ് പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുന്നവരുണ്ടാവാം, ഒബ്വിയസ്ലി പോയവരുണ്ടാവാം. പക്ഷേ ഇതുപോലുള്ള റിവർ ക്രോസിങ്ങും ഭയങ്കര സൃഷ്ടിയായിട്ടുള്ള റോഡ്സിലേക്കൊക്കെ അഡീഷണൽ ഗ്രിപ്പ് ഉള്ളത് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ചൈന നേപ്പാൾ ബോർഡർ വേ ആണിത്. രസമുണ്ട്. പക്ഷെ ഞാനിപ്പം നടന്നു കയറുവാണ്. ഈ പറയുന്ന ഒരു ട്രാക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സ്ട്രെച്ച് എൻ്റെ വണ്ടി എന്ന് പറയുന്നത് ഫസ്റ്റിലാണ് കൂടുതൽ ഓടിയിരിക്കുന്നത്. സെക്കൻഡൊക്കെ വല്ലപ്പോഴും മാത്രം കിട്ടുന്നൊരു ഭാഗ്യമായിരുന്നു. പൊതുവെ അവൾ ഇറങ്ങി നടക്കുകയും കൂടെ ചെയ്തുകൊണ്ട് കുറേയും കൂടെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു ഈ ഒരു സ്ട്രെച്ച് കംപ്ലീറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ജോംസം എത്താൻ പാടുപെട്ടതും. പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിവർ ക്രോസിങ്, നല്ല ടഫായിട്ടുള്ള റിവർ ക്രോസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്ലഷ് ഉള്ളിടത്ത് നമുക്ക് അറിയാം നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ കയറി പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ട്രാക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോംസം. അപ്പോൾ ആരിലും അഡ്വഞ്ചർ ലവേഴ്സ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഡെഫിനറ്റ്ലി പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ പറയുന്ന പൊക്ര ടു മുസ്താങ് വാലി ട്രെക്ക്.
നമ്മൾ വിചാരിക്കും മോശം റോഡ് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്ടർ ക്രോസിങ് അല്ലെങ്കിൽ മഡി റോഡ്സ് അല്ലെങ്കിൽ റോഡ്സ് ഇല്ലാത്തൊരവസ്ഥ അതൊക്കെയായിരിക്കും നമ്മൾ കാത്തിരിക്കുന്ന ചലഞ്ചസ്. എങ്കിൽ ലാൻഡ് സ്ലൈഡ് മറ്റൊരു അൺഎക്സ്പെക്റ്റഡ് ചലഞ്ചാണ്. വലിയൊരു ഡ്രീമായിരുന്നു ഇത് ചെയ്യണമെന്നുള്ളത്. എന്തായാലും ചലഞ്ചസൊക്കെ ഏറ്റെടുത്ത് നമ്മളെന്തായാലും ജോംസം എത്തിയില്ലെങ്കിലും ജോംസമിന് തൊട്ട് മുന്നേ ഉള്ള, അതായത് ഏകദേശം ഒരു 40 കിലോമീറ്റർ മുന്നേ ആയിട്ടുള്ള ചെറിയൊരു വില്ലേജായ ലേത്തയിൽ എത്തിച്ചേരുകയാണ്. വൈകുന്നേരത്തേക്ക് എത്തിച്ചേരുകയാണ് ഉണ്ടായത്. അടുത്ത ദിവസം ലേത്തെ ടു മുക്തിനാഥ് പ്ലാൻ ചെയ്തിട്ട് തിരിച്ച് ലേത്തെ വരാനാണ് നമ്മുടെ പ്ലാൻ. യോ അങ്ങനെ ജോംസം എത്തിയില്ല. ബട്ട് ജോംസത്തിന് ഒരു 35 കിലോമീറ്റർ മുന്നേ ബാക്കി ഇരുട്ടാണ്. हाँ एक रूम. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നതിനാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.